ടീം വിഡിയിൽ ആരൊക്കെ? ഉഭയകക്ഷി ചർച്ചകളിൽ UDF, 2 വനിതാ കോൺഗ്രസ് മന്ത്രിമാർക്ക് സാധ്യത. ഒരവസരവുമില്ലാതെ മന്ത്രിമാരുടെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് VD സതീശൻ. ലീഗ് നേതാക്കളെ കണ്ട് നിയുക്ത മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരുമിച്ച് ഇനിയൊരു വർക്കുണ്ട്. ഈ നാടിനെ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടീമായിട്ട് ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്യും, ഒരുമിച്ച് ഇന്ന് വർക്ക് ചെയ്യും. ഒരു ഭിന്നിപ്പുണ്ടാക്കുക ഒരാളും പറയണ്ട, അതിനൊക്കെല്ലാം നല്ല ചുട്ട മറുപടി അപ്പം കിട്ടും. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ നേതൃത്വം. VD സതീശൻ ചെന്നിത്തലയെ കാണുന്നു. ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിൽ ഉറച്ച ചെന്നിത്തല ഒപ്പമുള്ളവരെ പരിഗണിക്കണമെന്നും ആവശ്യം. മന്ത്രിസ്ഥാനങ്ങളിൽ നിലപാട് കടുപ്പിച്ച് ഘടകകക്ഷികൾ. 5 മന്ത്രിസ്ഥാനത്തിൽ ഉറച്ച് ലീഗ്. 2 വേണമെന്ന് കേരള കോൺഗ്രസ്. സുപ്രധാന വകുപ്പിനായി RSP. VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിൽ BJP പങ്കെടുക്കും. ചടങ്ങിലേക്ക് ക്ഷണിച്ചതായി രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി BJP സംസ്ഥാന ഭാരവാഹി യോഗം. A ക്ലാസ് മണ്ഡലങ്ങളിലെ തോൽവി വിശദമായി പരിശോധിക്കും. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാറ്റിനും മിന്നലിനും സാധ്യത. UP-യിൽ മഴക്കെടുതിയിൽ മരണസംഖ്യ ഉയരുന്നു. പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലം. പരിശോധന നടന്നത് കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ. വനം വകുപ്പ് കുറ്റപത്രം ഉടൻ. ചൈനയിൽ നിന്ന് വെറും കൈയോടെ ഡൊണാൾഡ് ട്രംപ് മടങ്ങി. ചർച്ച വൻ വിജയമെന്ന് ട്രംപിന്റെ അവകാശവാദം. ഇറാനുമായുള്ള യുദ്ധത്തിന് US ചെലവിട്ടത് 3 ലക്ഷം കോടി. അമേരിക്കയിൽ പ്രതിഷേധം. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ വീണ്ടും ചെന്നിത്തലയുടെ വീട്ടിലെത്തി. ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ചെന്നിത്തല. തനിക്കൊപ്പം നിൽക്കുന്ന അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും മന്ത്രിമാരാക്കണമെന്നാണ് ആവശ്യം. ഇതിനിടെ KC വേണുഗോപാലും ചെന്നിത്തലയെ കാണാൻ എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിയുക്ത മുഖ്യമന്ത്രി സതീശൻ ഇത് 2ാം തവണയാണ് ചെന്നിത്തലയെ കാണാൻ 2 ദിവസത്തിനുള്ളിൽ എത്തുന്നത്. ഇന്നലെ ചെന്നിത്തലയുടെ വസതിയിൽ എത്തിയിരുന്നു, അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും സതീശൻ ചെന്നിത്തലയെ കാണാനായി എത്തുകയാണ്. അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല, IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ചെന്നിത്തലയ്ക്ക് ഒപ്പം അവിടെ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബെന്നി ബെഹനാനും ചെന്നിത്തലയ്ക്കൊപ്പം വീട്ടിലുണ്ട്. ചെന്നിത്തലയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ചെന്നിത്തലയുടെ ആവശ്യങ്ങൾ കേൾക്കുക, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കേണ്ടത്. BB അരുണും കിരൺ ബാബുവും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അല്പസമയം മുമ്പാണ് ചെന്നിത്തലയെ കാണാനായി എത്തിയത്. ലീഗ് നേതാക്കളെ കണ്ടതിന് ശേഷമാണ് സതീശൻ 2ാം തവണ ഇവിടെ എത്തി ചെന്നിത്തലയെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിർണായകമായ അതിപ്രധാനമായ നീക്കങ്ങൾ ചെന്നിത്തലയുടെ വീട്ടിൽ നടക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പിണക്കത്തിലാണ്, സംശയമില്ല. മന്ത്രിസഭയിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ലാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സന്ദർശനം എന്ന് മനസ്സിലാക്കണം. ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതിനുശേഷം KC വേണുഗോപാൽ എത്തും, ചെന്നിത്തലയെ കാണും. ഹൈക്കമാൻഡ് പ്രതിനിധികൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏതായാലും നിർണായകമായ കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുകയാണ്. അതിനുശേഷം ഇരുവരും മാധ്യമങ്ങളെ കാണും. മഞ്ഞുരുകലിന്റെ സൂചനകളുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. BB അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇതിന്റെ ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചയാണ് അല്പസമയം മുമ്പ് നടന്നത്. VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയെ തുടർച്ചയായ 2ാം ദിവസവും വീട്ടിലെത്തി കണ്ടു. അദ്ദേഹം കടുത്ത നിലപാടിൽ തുടരുകയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ആദ്യം മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാട് അദ്ദേഹം എടുത്തു. ഒടുവിൽ ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ മന്ത്രിസഭയിലേക്ക് വരാമെന്നൊരു നിലപാട്, അയഞ്ഞ നിലപാട് രമേശ് ചെന്നിത്തല സ്വീകരിച്ചു. പക്ഷേ അതും
തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയെ കാണാൻ വസതിയിലെത്തിയത്. ഇന്ന് രാവിലെ മുതിർന്ന നേതാക്കൾ വി ഡി സതീശനും KPC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും ഉൾപ്പെടുന്ന മുതിർന്ന നേതാക്കൾ കന്റോൺമെന്റ് ഹൗസിൽ യോഗം ചേർന്നിരുന്നു. ഒരുപക്ഷെ ആ യോഗത്തിന്റെ ധാരണപ്രകാരം കൂടിയായിരിക്കണം വി ഡി സതീശൻ വീണ്ടും ചെന്നിത്തലയെ കാണുന്നത്. ചെന്നിത്തലയ്ക്ക് മറ്റു ചില ഡിമാൻഡുകൾ കൂടിയുണ്ട്. തൻ്റെ ആഭ്യന്തര മന്ത്രി സ്ഥാനം മാത്രമല്ല, നേരത്തെ ആഭ്യന്തര വകുപ്പ് ചോദിച്ചപ്പോൾ ധനവകുപ്പ് നൽകാമെന്നൊരു ധാരണയാണ് VD ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. അത് രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹം അതുകൊണ്ട് തൃപ്തനാകില്ല. ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്നാണ് ആവശ്യം. അതിന് പുറമെ ജോസഫ് വാഴക്കനെ KPC അധ്യക്ഷനാക്കണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് മുന്നിൽ വച്ചിരുന്നു. രണ്ട് പേരെ, തൻ്റെ ഏറ്റവും അടുത്ത രണ്ട് അനുയായികളെ, അത് അൻവർ സാദത്തിനെ, തുടർച്ചയായി അദ്ദേഹം 4 തവണ ജയിച്ചു വന്നയാളാണ് ആലുവയിൽ നിന്ന്, അൻവർ സാദത്തിനെയും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണമെന്നൊരു ആവശ്യം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വച്ചിട്ടുണ്ട്. മറ്റ് സമവാക്യങ്ങൾ പരിഗണിച്ചാകും ഇവരുടെ മന്ത്രിസ്ഥാനത്തിൽ തീരുമാനമുണ്ടാകുക. ഈ 3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ആഭ്യന്തര വകുപ്പ് തന്നെ ലഭിക്കണം. മറ്റ് രണ്ടും, ഈ 2 പേരെ, തൻ്റെ 2 അനുയായികളെ കൂടി മന്ത്രിമാരാക്കണം, മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വച്ചിരിക്കുന്നത്. എങ്ങനെ സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വയനാട് നിന്ന് KPCയുടെ മുൻ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയ T സിദ്ദിഖ് മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരാണ്. KC വേണുഗോപാൽ പക്ഷത്ത് നിന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി അവർ മുന്നോട്ട് വയ്ക്കുന്ന പേരാണ് T സിദ്ദിഖ്. വയനാട് അങ്ങനെയെങ്കിൽ 2 പേർ മന്ത്രി, IC ബാലകൃഷ്ണൻ വന്നാൽ 2 പേർ മന്ത്രിയാകേണ്ടി വരും. അതുകൊണ്ട് അതിലാരാണ് എന്ന ചോദ്യമാണ് ഇനി ബാക്കിയായി ആ കാര്യത്തിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ സിദ്ദിഖിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആകണം ഇത്തരം IC ബാലകൃഷ്ണന്റെ പേര് രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. അൻവർ സാദത്ത് വന്നാലും അതും ഭീഷണിയാവുക T സിദ്ദിഖിനാണ്. കാരണം മുസ്ലിം പ്രാതിനിധ്യം ഇനിയും കൂട്ടാൻ കഴിയില്ല. ഷാനിമോൾ ഉസ്മാൻ VD സതീശൻ ഏറ്റവും അടുത്ത ആളായി അറിയപ്പെടുന്ന MLA ആണ്. അരൂർ MLA കൂടിയായ ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസഭയിൽ വന്നാൽ പിന്നീട് സിദ്ദിഖും അതുപോലെ തന്നെ അൻവർ സാദത്തും, 3 പേർ ഏത് സാഹചര്യത്തിൽ നടക്കില്ല. ഒരാളാണ് കോൺഗ്രസിൻ്റെ ആദ്യ കണക്കൂട്ട് പ്രകാരം ഉള്ളത്. പക്ഷേ ഒന്നുകൂടി ആയാൽ പോലും ഈ അൻവർ സാദത്തോ സിദ്ദിഖോ എന്ന പേരിൽ ഒരാൾ മാറേണ്ടി വരും. ഏതായാലും അങ്ങനെ പല ആശയക്കുഴപ്പങ്ങളുമുണ്ട്, പല സങ്കീർണതകളുമുണ്ട്. ഈ ചർച്ചകൾക്ക് ഏതായാലും രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും VD സതീശൻ ക്യാമ്പും കോൺഗ്രസ് നേതൃത്വവും ഉള്ളത്. KC വേണുഗോപാലും ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സൂചനകളൊന്നും ലഭിക്കുന്നില്ല. KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലാണുള്ളത്. കന്റോൺമെന്റ് ഹൗസിലോ KPC അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം KPC ആസ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഒരു റൗണ്ട് ഘടകകക്ഷികളുമായി ചർച്ച കഴിഞ്ഞ് വീണ്ടും കോൺഗ്രസ് നേതാക്കൾ യോഗം ചേരും. അതിലാണ് നിർണായകമായ തീരുമാനം ഉണ്ടാവുക. എന്തായാലും VD സതീശൻ ഒരു കാര്യം വ്യക്തമാക്കുന്നു, സമ്പൂർണ്ണ മന്ത്രിസഭ തന്നെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രി 20 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. നാളെ ഗവർണർക്ക് മന്ത്രിമാരുടെ പട്ടിക കൈമാറുമെന്നും VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ്, ഇനിയുള്ള വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കണം, അദ്ദേഹത്തിൻ്റെ നോമിനികളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം. KC വേണുഗോപാൽ പക്ഷം 1/2 ഡസനിലേറെ മന്ത്രിമാരെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്, അനുയായികളെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ തീരുമാനമെടുക്കണം. VD സതീശൻ സ്വാഭാവികമായും തനിക്കൊപ്പം നിൽക്കുന്ന K മുരളീധരൻ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. ഷാനിമോൾ ഉസ്മാന്റെ പേര് വളരെ സജീവമായി പരിഗണനയിലുണ്ട്. M വിൻസെന്റിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ VD സതീശൻ ആഗ്രഹിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KC വേണുഗോപാൽ പക്ഷത്ത് നിന്ന് മന്ത്രിയാകേണ്ട പ്രധാനിയാണ്. അങ്ങനെ പല പേരുകൾ വളരെ ചുരുക്കി, മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിസ്ഥാനം, അവിടേക്കാണ് ഇത്രയധികം നേതാക്കളുടെ പേരും. തീർച്ചയായും ഒരുപാട് പേരുകൾ ലിസ്റ്റിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പല പേരുകളും പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത പേരുകളാണ്. പക്ഷെ അവിടെയും പരിഗണിക്കേണ്ടതായ പേരുകളുണ്ട്. അവിടെയൊക്കെ ആശയക്കുഴപ്പങ്ങളുണ്ട്. കിരൺ ബാബു കൂടി നമ്മോടൊപ്പം BVNനൊപ്പം ചേരുകയാണ്. കിരണ്, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പോരാട്ടം ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു. അതില്ലാതായപ്പോൾ മാറി നിൽക്കുമെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതിപ്പോൾ ഈ 10 വർഷത്തെ ഒരു വരൾച്ചയുണ്ട്, നമുക്കറിയാം, സ്ഥാനമാനങ്ങളൊന്നുമില്ലാതെ. അത് രമേശ് ചെന്നിത്തല മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന് കൂടുതൽ ഉള്ളവർക്ക് അത് വളരെ കൃത്യമായി അറിയാം. ഇപ്പോൾ ഈ പുതിയ നീക്കം അത് ഏത് തലത്തിൽ പരിഗണിക്കാനാണ് സാധ്യത? എന്തെങ്കിലും ഒരു അരഞ്ചത്തിലുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ടോ? രഞ്ജിത്തെ, രമേശ് ചെന്നിത്തല ഇതിൽ പ്രധാനമായും നീങ്ങുന്നത്, രമേശ് ചെന്നിത്തല ഒരേ സമയം തന്നെ KC വേണുഗോപാലിനും അതോടൊപ്പം തന്നെ VD സതീശനും ചെക്ക് വെക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അത്തരം ഒരു നീക്കമാണ് രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങും എന്നുള്ളൊരു ധാരണയൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അത്തരം ഒരു നീക്കത്തിന് മുൻകൈ എടുക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല. KC വേണുഗോപാലും അത്തരം ഒരു നീക്കത്തിന് മുൻകൈ എടുക്കാൻ അദ്ദേഹവും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കിട്ടാതെ വിട്ടുവീഴ്ചയ്ക്കില്ല. ആഭ്യന്തര വകുപ്പ് കിട്ടുമ്പോൾ അദ്ദേഹം 2 പേരെ
പേരെ കൂടി മന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് ന്യായം മുന്നോട്ട് വെക്കുന്നു. അദ്ദേഹത്തിന് ഇത്തരമൊരു മെറിറ്റ് നോക്കുമ്പോൾ പറയാവുന്ന ന്യായമാണ്. ഒന്ന്, അൻവർ സാദത്തിന്റെ പേരാണ്. അൻവർ സാദത്തിന്റെ പേര് വെക്കുമ്പോൾ 4ാം തവണ മന്ത്രിയാവുന്ന MLA ആവുന്ന ആളാണ് അൻവർ സാദത്ത്. 2 തവണ വലിയ UDF തരംഗത്തിലും LDF തരംഗത്തിൽ പോലും വിജയിച്ചു കയറിയ ആൾ കൂടിയാണ് അൻവർ സാദത്ത്. അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ വിജയിച്ച MLA, അങ്ങനെ ഒരു MLA വേണം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാവേണ്ടത് എന്നുള്ള ന്യായം മുന്നോട്ട് വെക്കുന്നു. അൻവർ സാദത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ കാലത്തും രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനാണ്. ഒരിക്കൽ പോലും ക്യാമ്പ് മാറിയിട്ടില്ലാത്ത ആളാണ്. രണ്ടാമത്തെ പേര് അതുവഴി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് VD സതീശന് ഏറ്റവും അടുപ്പമുള്ള ആൾ, അല്ലെങ്കിൽ VD സതീശന് മന്ത്രിസ്ഥാനത്തെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഷാനിമോൾ ഉസ്മാനാണ്. വനിത എന്ന പ്രാതിനിധ്യവും മുസ്ലിം പ്രാതിനിധ്യവും, ഈ 2 പ്രാതിനിധ്യം ഷാനിമോൾ ഉസ്മാൻ വന്നു കഴിഞ്ഞാൽ അതിൽ പൂർത്തിയാക്കാമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു. പക്ഷേ ഷാനിമോൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 2 പേരെ കൊണ്ടുവരിക എന്നത് UDFനെ സംബന്ധിച്ച് നിലവിൽ പ്രയാസമാണ്. കോൺഗ്രസിൽ നിന്ന് 2 പേര്, 5 മന്ത്രിമാർ ലീഗിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ലീഗ് ഉറപ്പിച്ച നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ലീഗിന് 5 മന്ത്രിമാർ കൊടുത്താൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 5 പേർ ലീഗിൽ നിന്ന് വരും. പിന്നീട് കോൺഗ്രസിൽ നിന്ന് 2 പേർ കൂടി ആകുമ്പോൾ അത് 7 മന്ത്രിമാർ, ആകെയുള്ള 20 മന്ത്രിമാരിൽ 7 പേര് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരിക. അത് ഒരു സാമുദായിക സന്തുലനത്തിന് പ്രയാസമുള്ള കാര്യമാണ്. അസാധാരണ സാഹചര്യത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഷാനിമോൾ ഉസ്മാനെ വിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഷാനിമോൾ ഉസ്മാനെ വിട്ട് തന്നിട്ട് മറുഭാഗത്ത് KCക്ക് ചെക്ക് വെക്കുന്നത് എങ്ങനെയെന്നാൽ KC മുന്നോട്ട് വെക്കുന്ന പേര് T സിദ്ദിഖിൻ്റെതാണ്. അതിന് പ്രധാനമായ കാരണമായി പറയുന്നത് T സിദ്ദിഖ് ഭാരവാഹി എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. അങ്ങനെ മുൻ ഭാരവാഹി എന്ന നിലയ്ക്ക് അദ്ദേഹം നിൽക്കുന്നു. ഒപ്പം തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു നൽകിയ ആളാണ്. T സിദ്ദിഖിന്റെ പേര് പ്രഖ്യാപിച്ച ശേഷമാണ്. മറ്റൊന്ന്, പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് വയനാട്. പ്രിയങ്ക ഗാന്ധിക്ക് സ്ഥിരമായി എത്താൻ കഴിയില്ല. അപ്പോൾ വയനാട് ജില്ല നോക്കാൻ അവിടെ നിന്ന് ഒരാൾ മന്ത്രി സ്ഥാനത്തേക്ക് എത്തേണ്ടത് ഹൈക്കമാൻഡ് കൂടി താല്പര്യമാണ്. അതിന് T സിദ്ദിഖിന്റെ പേര് പറഞ്ഞാൽ A ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവുമാണ്. ഇപ്പോൾ KC വേണുഗോപാലൊപ്പമാണ് നിൽക്കുന്നത്. KC വേണുഗോപാൽ T സിദ്ദിഖിന്റെ പേര് തന്നെയായിരിക്കും പറയുന്നത്. ഒരേ സമയം VD സതീശൻ വെക്കുന്ന ഷാനിമോൾ ഉസ്മാനെയും അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ വെക്കുന്ന T സിദ്ദിഖിനെയും വെട്ടുക, ഈ ഉദ്ദേശത്തിലാണ് അൻവർ സാദത്തിന്റെ പേര് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന് IC ബാലകൃഷ്ണന്റെ പേരാണ്. IC ബാലകൃഷ്ണൻ പക്ഷേ ഈ മുഖ്യമന്ത്രി പദ മത്സരത്തിൽ അദ്ദേഹം KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും 2 പേർക്കും ഒരുപോലെ തന്നെ പിന്തുണ നൽകിയ ആളാണ്. അതിൽ ഒന്നാമത്തെ പിന്തുണ KC വേണുഗോപാലിനായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ KC വേണുഗോപാൽ പക്ഷത്ത് നിന്ന് AP അനിൽകുമാറിനെ തടഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ മറ്റാരെങ്കിലും ഒരാളെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് ഒരു ദളിത് പ്രാതിനിധ്യം എന്ന നിലയ്ക്ക് അടക്കം മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറാവില്ല. അത്രത്തോളം അവർ തമ്മിൽ ആത്മബന്ധമൊക്കെ ഉള്ള ആളാണ്. അവിടെയാണ് IC ബാലകൃഷ്ണന്റെ പേര് വെക്കുന്നത്. ഈ T സിദ്ദിഖിനെ ഒഴിവായി കഴിഞ്ഞാൽ വയനാട് നിന്ന് പ്രാതിനിധ്യമില്ലാതാവും, പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് പ്രാതിനിധ്യമില്ലാതാവും. അവിടെ ഇവരെ മാറ്റി അതിന് പകരമായി IC ബാലകൃഷ്ണൻ വരട്ടെ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ ഒരേപോലെ ഈ 2 പേരെ മന്ത്രിമാക്കുക എന്നതിനപ്പുറത്തേക്ക് VD സതീശനുമായും KC വേണുഗോപാലുമായും ഒരേപോലെ വിലപേശുക, അല്ലെങ്കിൽ തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് അംഗീകരിക്കുക, ആ സമർത്ഥമായ ഒരു ചതുരംഗക്കളത്തിലെ ഒരു സമർത്ഥമായ നീക്കം എന്ന് പറയാവുന്ന പോലെ അത്തരമൊരു നീക്കത്തിലേക്കായിരുന്നു. ഇതുവരെയും വഴങ്ങിയൊക്കെ നിന്ന് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചു, മറ്റ് സ്ഥാനത്തിന് ശ്രമിച്ചു, പക്ഷേ അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല എന്ന് രമേശ് ചെന്നിത്തല കരുതുന്നു. അതുകൊണ്ട് രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ അത്തരം ഒരു ഓപ്പറേഷനിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. അതാണ് സാഹചര്യം. അരുണ്, ഈ സതീശന്റെ കൂടിക്കാഴ്ച അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രമേശ് ചെന്നിത്തലയുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുരഞ്ജനത്തിലുള്ള സാധ്യതകളുണ്ടോ? ഇന്ന് സംസാരിച്ച കാര്യങ്ങളിൽ രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ സ്വാഭാവികമായി ബോധ്യപ്പെടുത്തി കാണും. KC വേണുഗോപാൽ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയുന്നു രമേശ് ചെന്നിത്തലയെ കാണാൻ. ഇന്ന് തന്നെ തീരുമാനമുണ്ടാകണം, കാരണം നാളെ ഗവർണർക്ക് ലിസ്റ്റ് സമർപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയുടെ ആവശ്യങ്ങളിൽ ഏതൊക്കെ സംബന്ധിക്കാനാണ് തൽക്കാലം സാധ്യത? ഈ കൂടിക്കാഴ്ചയിൽ രമേശ് ചെന്നിത്തല തൃപ്തനാണോ? അദ്ദേഹത്തിന്റെ ക്യാമ്പ് പറയുന്നത് എന്താണ്? അതിൻ്റെ വിശദാംശങ്ങളിൽ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന വിഷയമല്ല, ആവശ്യങ്ങളല്ല രമേശ് ചെന്നിത്തല മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആഭ്യന്തര വകുപ്പ് ഏത് മുഖ്യമന്ത്രിക്കും ഏറ്റവും നിർണായകമായ വകുപ്പാണ്. ആ വകുപ്പ് വിട്ട് നൽകാൻ അത്ര പെട്ടെന്നൊന്നും ആരും തയ്യാറാകില്ല. വളരെ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് 2011 രമേശ് ചെന്നിത്തലയ്ക്ക് ഉമ്മൻചാണ്ടി ആഭ്യന്തര വകുപ്പ് വിട്ട് നൽകിയത്. പക്ഷേ അതുപോലൊരു ഹൃദയവിശാലത VD സതീശൻ കാണിക്കില്ല എന്ന് കരുതുന്നവർ തന്നെയാണ് ഏറെയും. കാരണം അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി മന്ത്രിമാരുടെ എണ്ണത്തിൽ പോലും അദ്ദേഹത്തിനൊരു മേൽക്കൈ അവിടെ ഉണ്ടാകാനിടയില്ല. KC പക്ഷം അരട ചില്ലറ മന്ത്രിമാരെ പേര് മുന്നോട്ട് വയ്ക്കുന്നു. രമേശ് ചെന്നിത്തല അനുകൂലിക്കുന്ന 2-3 അദ്ദേഹം ഉൾപ്പെടെ 2-3 പേർ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് കൂടി ഇല്ലാതായാൽ അത് ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമാകുമെന്ന് VD സതീശൻ തിരിച്ചറിയുന്നു. ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കേണ്ടതാണ് ഇതുവരെയുള്ള ധാരണ. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. വലിയ സമ്മർദ്ദം ഹൈക്കമാൻഡിൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ 2 പക്ഷവും ഒരുമിച്ച് ആ ഒരു നീക്കം നടത്തുകയോ ചെയ്താൽ മാത്രമേ ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കുന്ന കാര്യം VD സതീശൻ ആലോചിക്കുകയുള്ളൂ. ഇപ്പോൾ ചില
അത് അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ധനവകുപ്പ് നൽകാമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള ധാരണ. മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല നിലപാട് സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ എന്ന് അല്പസമയത്തിനകം വ്യക്തമാകും. പക്ഷേ ഇതുവരെ അത്തരമൊരു സാധ്യതയില്ല എന്ന് തന്നെയാണ് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്ന ചോദ്യം ബാക്കിയാണ്. ആഭ്യന്തരം പോലും ഇല്ലാതെ എങ്ങനെയാണ് അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 2011 മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നയാൾ പിന്നീട് തന്നെക്കാൾ അത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സീനിയർ എന്ന കാര്യമെങ്കിലും പരിഗണിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെക്കാൾ ജൂനിയറായ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിൽ തന്നെ ചെന്നിത്തലയെ കടുത്ത അതൃപ്തിയും അമർഷവുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആ മന്ത്രിസഭയിൽ ആഭ്യന്തരം പോലും ഇല്ലാതെ മറ്റു അപ്രധാന വകുപ്പുകളിലേക്ക് എങ്ങനെ ധനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആഭ്യന്തരത്തിൻ്റെ ഒരു ഗ്ലാമർ ധനവകുപ്പിനില്ല എന്നുള്ളത് ഉറപ്പാണ്. രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ അവിടെ പോയി ചെന്നിത്തല ഇരിക്കുമെന്ന ചോദ്യം ബാക്കിയാണ്. അത് പരിഹരിക്കാൻ ആ ആഭ്യന്തരം വിട്ടുകൊടുത്ത ഒത്തുതീർപ്പിന് സതീശൻ തയ്യാറാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭയിലേക്കുള്ള വരവും ഈ കോൺഗ്രസിൻ്റെ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ വേഗവുമൊക്കെ. ഏതായാലും നാളെ എന്ന് പറയുമ്പോൾ ഇനി 24 മണിക്കൂറിൽ താഴെ മാത്രമാണ് ബാക്കിയുള്ളത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. അതും മുഴുവൻ ക്യാബിനറ്റ്, സമ്പൂർണ്ണ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ളതാണ് വി ഡി സതീശൻ്റെ നിലപാടും ആഗ്രഹവും. അങ്ങനെ തന്നെയാണ് ക്രമീകരണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വളരെ നിർണായകമായ, വളരെ സങ്കീർണമായ രാഷ്ട്രീയ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോഴും കടന്നു പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾക്കപ്പുറത്തേക്ക് കുറച്ചുകൂടി സങ്കീർണമായ വിഷയമായി ഈ മന്ത്രിസഭാ രൂപീകരണം മാറുകയാണ്. അതാണ് സാഹചര്യം. ഏതായാലും ശ്രമങ്ങൾ തുടരുന്നു ഏതെങ്കിലും തരത്തിൽ അനുനയത്തിനായി. UDFന്റെ ഉഭയകക്ഷി ചർച്ചകൾ ഇതിനിടയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ആദ്യം ലീഗുമായി ധാരണ ഉണ്ടാക്കി മറ്റ് കക്ഷികളുമായി ചർച്ചയിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഘടകകക്ഷി മന്ത്രിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത ശേഷമാകും കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിക്കുക. പ്രധാന ഘടകകക്ഷികളെ എല്ലാം കേട്ട കോൺഗ്രസ് നേതൃത്വം മുസ്ലിം ലീഗുമായി വിശദമായി ചർച്ച നടത്തും. മന്ത്രിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ധാരണ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഞങ്ങൾ അവരുമായിട്ട് വീണ്ടും ചർച്ച ചെയ്യും. കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച ലിസ്റ്റ് മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ആലോചിച്ച്, ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ ആലോചിച്ച്, KC വേണുഗോപാലുമായി ആലോചിച്ച് ഞങ്ങൾ ഹൈക്കമാൻഡിനെ സമർപ്പിക്കും. അവരംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കും. ഞാൻ സംസാരിച്ചു. ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. UDFന്റെ കക്ഷികളുമായിട്ടുള്ള ചർച്ച ഇപ്പം നടക്കുകയാണ് കന്റോൺമെന്റ് ഹൗസിൽ. അതോടൊപ്പം തന്നെ പാരലായി കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ ആരൊക്കെയാണുണ്ടാകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ മുഖ്യമന്ത്രിയോടൊപ്പം അവരെല്ലാം ആ പ്രോസസ്സിലാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ തീരുമാനങ്ങളുണ്ടാകും. ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അധികം വൈകാതെ തീരുമാനം മാധ്യമങ്ങളിൽ കൂടി നേതൃത്വം അറിയിക്കും. ഇവരായിട്ടുള്ള സാമാജികരാണ് UDFൽ ജയിച്ചു വന്നിരിക്കുന്നത്. ഏത് ഉത്തരവാദിത്വം കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ എല്ലാം അനുഭവ സമ്പത്തും യുവത്വവും പരിചയ സമ്പത്തും എല്ലാം ഉപയോഗിക്കപ്പെടും. സതീശൻ രമേശ് ചെന്നിത്തലയെ കണ്ട് മടങ്ങുകയാണ് വി ഡി സതീശൻ. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല. ഇന്നലെയൊക്കെ പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജ്യേഷ്ഠ സഹോദരനാണ്, ഒപ്പം പ്രവർത്തിക്കുന്ന ആളാണ്, തൻ്റെ നേതാവാണ് എന്നും മറ്റും പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അത്തരമൊരു പ്രതികരണം സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. കാര്യങ്ങൾ നല്ല വഴിക്കാണോ അതോ തർക്കങ്ങൾ തുടരുകയാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒരു പക്ഷേ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടേക്കാം, അതിൽ നിന്ന് നമുക്ക് വിശദാംശങ്ങൾ ലഭ്യമായേക്കാം. ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള, അൻവർ സാദത്ത് അടക്കമുള്ള, IC ബാലകൃഷ്ണൻ അടക്കമുള്ള പ്രധാനപ്പെട്ട MLA മാരൊക്കെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ തന്നെ രാവിലെ മുതലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും അവരിൽ നിന്നൊക്കെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യാം. എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനായോ? അതിനുശേഷം വേണം ലീഗുമായുള്ള ചർച്ചകളിലേക്ക് സതീശന് കടക്കാൻ. തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. ഈ ചർച്ചകൾ പൂർത്തിയാക്കി കാര്യങ്ങൾ ഒരു വട്ടമെത്തിക്കുക എന്നുള്ളത് അതിനിർണായകമായ കാര്യമാണ്. സൈത്ത്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ കണ്ടിട്ട് സതീശൻ ഇറങ്ങിക്കഴിഞ്ഞു. എന്താണ് ഇന്നത്തെ പ്ലാനുകൾ? KPCC അധ്യക്ഷൻ പറയുന്നതനുസരിച്ച് വൈകുന്നേരത്തോടു കൂടി മന്ത്രിമാരെ തീരുമാനിക്കണമല്ലോ. അതെ,
രാവിലെ ഒരു ആദ്യ റൗണ്ട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ചർച്ചകളൊന്നും നടക്കുന്നില്ല. അനൌദ്യോഗികമായ ആശയവിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശദമായ ചർച്ചകൾ ഇനി നടക്കും. ഉച്ചയ്ക്ക് ശേഷവും ചർച്ചകൾ ആരംഭിക്കും. ആദ്യ ധാരണ ലീഗുമായി ഉണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അതിൽ തന്നെ തർക്കം നിൽക്കുകയാണ്. 4 മന്ത്രിമാരെന്ന നിലപാട് കോൺഗ്രസ്, 5-ൽ വിട്ടുവീഴ്ചയില്ലെന്ന് ലീഗ്. ഇതിലെവിടെ ഒരു സൊല്യൂഷൻ എന്നതാണ്. ഒരുപക്ഷെ ലീഗിന് 5 മന്ത്രിസ്ഥാനം തന്നെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി വരുന്നു എന്ന സൂചനകൾ കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ ചർച്ചകൾ നടക്കാം. നമുക്കറിയാം, പാണക്കാട് ഹൌസിൽ അല്പസമയം മുമ്പ് സതീശൻ ലീഗ് നേതാക്കളെ കണ്ടിരുന്നു. അതൊരു അനൌദ്യോഗിക കൂടിക്കാഴ്ചയാണെങ്കിൽ കൂടിയും ആശയവിനിമയങ്ങൾ നേതാക്കൾക്കിടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായും ഉണ്ടാകും. എന്തായാലും ഇരു പക്ഷവും ഇരുന്നു കൊണ്ടുള്ള ചർച്ച തന്നെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. ഇന്ന് രാത്രി വൈകി വരെ ഈ ചർച്ചകൾ നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ഉഭയകക്ഷി ചർച്ച എന്ന് പറയുന്നത് ലീഗുമായുള്ള ധാരണ ഉണ്ടായാൽ തന്നെ ബാക്കി കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം കേരള കോൺഗ്രസിന് ഒരു മന്ത്രി എന്ന് ഉറപ്പാണ്. മറ്റ് ചെറു കക്ഷികൾക്കും പരിഗണന ഉണ്ടാവും. അതിൽ ചില കക്ഷികൾക്ക് ഒരുപക്ഷെ അവരെ തൽക്കാലം മാറ്റി നിർത്തിയേക്കാം. അങ്ങനെയെങ്കിൽ ചില അനുനയ നീക്കങ്ങൾ ഉണ്ടാകും. എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് കേട്ടതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഒരു നിലപാട് അങ്ങോട്ടേക്ക് ഇതുവരെയും ആരെയും അറിയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പോവുകയാണ്. കേരള കോൺഗ്രസിനോട് ഒരു സീറ്റ് എന്ന കാര്യത്തിൽ ആശയവിനിമയം നടന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. മാണി സി കാപ്പൻ അടക്കമുള്ളവർ വലിയ കോൺഫിഡൻസ് ആണ് പങ്കുവയ്ക്കുകയും ചെയ്തത്. പക്ഷേ ഇവരെ ഒരു ഫുൾ ടൈമായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യമൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ഇതിന് ശേഷമായിരിക്കും കോൺഗ്രസിന്റെ ധാരണയിലേക്ക് വരിക. അതുകൊണ്ട് ഇന്ന് രാത്രി ഏറെ വൈകാനാണ് സാധ്യത. നാളെ തന്നെ ഗവർണർക്ക് മന്ത്രിമാരുടെ ലിസ്റ്റ് കൈമാറുമെന്ന് അറിയിക്കുന്നു. നാളെ തന്നെ കൈമാറിയേ പറ്റുള്ളൂ. അതാണ് സാഹചര്യം. അതുകൊണ്ട് വേഗത്തിൽ ചർച്ചകൾ നടക്കണം. ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തലയുമായുള്ള ധാരണ ഉണ്ടാവേണ്ടത്. ആദ്യം ഘടകകക്ഷികളുമായുള്ള ധാരണ, അതാണ് ലീഗുമായി നടക്കേണ്ടത്. ഇനി ഉച്ചയ്ക്ക് ശേഷം ലീഗ് അടക്കമുള്ള കക്ഷികളുമായുള്ള ചർച്ചകൾ ആരംഭിക്കും. CP ജോൺ ഈ വിഷയത്തിൽ രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞങ്ങളായിട്ടുള്ള ചർച്ച ഉച്ചയ്ക്ക് ശേഷം. ആർ കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരണ്, ഘടകകക്ഷികളുടെ കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് സാധ്യതയില്ല. പക്ഷേ ലീഗുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. 4 മന്ത്രിസ്ഥാനമോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ക്യാബിനറ്റ് പദവികളോ ലീഗ് സമ്മതിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടാം. വകുപ്പുകളുമായി ബന്ധപ്പെട്ട RSPക്കും CP ജോണിനും ഒക്കെ ആവശ്യങ്ങളുണ്ട്. അത് പരിഹരിച്ചെടുക്കണം. അതൊക്കെ ഇന്ന് തന്നെ അവസാനിക്കുമെന്ന് കരുതാം, അല്ലേ? രഞ്ജിത്ത്, ഇന്ന് തന്നെ അവസാനിക്കുമെന്ന് കരുതാമെന്നതിനപ്പുറത്തേക്ക് ഇന്ന് തന്നെ അവസാനിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് പറയാൻ കഴിയില്ല. ഇന്ന് തന്നെ അവസാനിക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നുകൂടി പറയേണ്ടി വരും. വകുപ്പ് വിഭജനമൊന്നും ഇന്നുകൊണ്ടോ പൂർണ്ണമാകും എന്ന് കരുതുന്നില്ല. പ്രധാനപ്പെട്ട ചില വകുപ്പുകൾക്ക് അപ്പുറത്തേക്ക് മറ്റ് വകുപ്പുകളുടെയൊക്കെ വിഭജനം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതൊക്കെ ഇന്നുകൊണ്ടോ അല്ലെങ്കിൽ നാളെ കൊണ്ടോ ചിലപ്പോൾ പൂർത്തിയാവണമെന്നില്ല. അത് മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമൊക്കെ വകുപ്പ് വിഭജനത്തിലെ ചില ഏകദേശ ധാരണ ഉണ്ടാക്കിയാൽ മറ്റ് സഹവകുപ്പുകൾ ഏതൊക്കെയാണ് നൽകുന്നതെന്നൊക്കെ പിന്നീട് തീരുമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ 102 പേരാണുള്ളത്. 102 പേരുള്ളപ്പോൾ ഇതിനകത്ത് കണക്കുകൂട്ടൽ വെച്ചാണെങ്കിൽ 5 പേർക്ക് ഒരാൾ എന്ന നിലയ്ക്കാണ് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായും 63 MLA-മാരുള്ള കോൺഗ്രസിന് 12 മന്ത്രിസ്ഥാനം ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ 11 മന്ത്രിസ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. ലീഗിന് 22 പേരുള്ള ലീഗിനെ സംബന്ധിച്ചിടത്തോളം 4+½ ആണ് വരുന്നത്. യഥാർത്ഥത്തിൽ 25-ലാണ് ഈ ഹാഫ് വരുന്നത്. ഈ പറയുന്നത് പോലെ കേരള കോൺഗ്രസ് ജെയുടെ വിഷയം അതാണ്. 7 MLA-മാർ 5+ ഈ പറയുന്ന ഒരു ഹാഫ് ആണ് വരുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ 3 MLA-മാർ മാത്രമേ ഉള്ളൂ RSPക്ക്. പക്ഷേ RSPക്ക് -2 ആണെങ്കിൽ പോലും ഒരു മന്ത്രിസ്ഥാനം കൊടുത്തേ കഴിയൂ. മറ്റ് ചെറിയ ഘടകകക്ഷികളെ സംബന്ധിച്ച് അനൂപ് ജേക്കബ് ഉണ്ട്, മാണി സി കാപ്പനുണ്ട്. ഇതിന് ഇപ്പോഴും തീരുമാനമെടുക്കാത്ത KK രമ, മന്ത്രിസഭയിൽ വേണോ വേണ്ടോ എന്ന് തീരുമാനമെടുക്കാത്ത KK രമയുടെ കാര്യമൊക്കെ പുറത്തു നിൽക്കുകയാണ്. അതെന്തായാലും മിക്കവാറും ഇപ്പോൾ ഹാഫ് ടേം എന്നുള്ള രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് കോൺഗ്രസിൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ അത് ഇവരുടെ മുന്നിൽ ഇതുവരെയും അവതരിപ്പിച്ചിട്ടില്ല. ഇവരുടെയൊക്കെ അഭിപ്രായം കേട്ടു എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ നിർദ്ദേശം എന്താണെന്ന് വെച്ചിട്ടില്ല. അത് ഇനി ഇതിന് ശേഷം അടുത്ത റൗണ്ട് ചർച്ചയിലായിരിക്കും കോൺഗ്രസ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുക. അതിന് മുമ്പ് പ്രധാനമായും തീരുമാനമെടുക്കാനുള്ളത് ലീഗ് 5 മന്ത്രിമാർ തന്നെ വേണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നാൽ ലീഗിൻ്റെ 5 മന്ത്രിമാർ തന്നെ നൽകും. 5 മന്ത്രിമാർക്ക് പകരം ഭരണപരിഷ്കരണ കമ്മീഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനമൊക്കെ ലീഗിന് ഓഫർ ചെയ്യുന്നുണ്ട്. ചീഫ് വിപ്പ് അടക്കമുള്ള പല സ്ഥാനങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട്. ലീഗ് അത് അംഗീകരിക്കുന്ന നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ലീഗ് എന്നുള്ള പാർട്ടി UDF ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അവർക്ക് 5 മന്ത്രിസ്ഥാനം നൽകിയതാണ്. അതുകൊണ്ട് ഇത്തവണയും 5-ലേക്ക് തന്നെ അതിൽ ഉറച്ചിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് കേരള കോൺഗ്രസിൻ്റെ വിഷയമാണ്. കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെയാണ്. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം എന്തായാലും നൽകാൻ കഴിയില്ല. 2 മന്ത്രിസ്ഥാനത്തിന് പകരം അവർ മറ്റേതെങ്കിലും
ഒരു സ്ഥാനമാണ് നൽകുന്നത്. ഇപ്പോൾ ചീഫ് വിപ്പ് സ്ഥാനം നൽകാൻ സഭയിൽ കന്നിക്കാരനായ അബു ജോൺ ജോസഫിന് ചീഫ് വിപ്പ് നൽകാൻ കഴിയില്ല. അതപ്പോൾ സ്വാഭാവികമായും ഉണ്ണിയാടന് നൽകേണ്ടി വരും. അക്കാര്യത്തിൽ ആ പാർട്ടിക്ക് ആർക്ക് വേണ്ടിയാണ് ഇവർ രണ്ടാമതൊരു മന്ത്രിസ്ഥാനം ചോദിക്കുന്നത് എന്നുള്ളത് അവിടെയൊക്കെ പ്രധാനമാണ്. വ്യക്തിയെ നോക്കി മാത്രമേ ചിലപ്പോൾ ആ അത്തരം ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ കഴിയത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇവർക്ക് ചീഫ് വിപ്പ് സ്ഥാനമായാലും അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമായാലും പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അസാധ്യമാണ്. അത് സീനിയർ മെമ്പർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത്തരം ചില തർക്കങ്ങൾ കൂടി പ്രശ്നം പരിഹരിക്കുന്നതിന് ഇത്തരം ചില പ്രായോഗിക വിഷയങ്ങൾ കൂടിയുണ്ട്. ആ വിഷയങ്ങൾ കൂടി പരിഗണിച്ചാൽ മോൻസ് ആയിരിക്കും മന്ത്രി എന്നതിൽ അക്കാര്യത്തിൽ ഉറപ്പാണ്. പ്രധാന വകുപ്പും അവർക്കായിരിക്കും, അവർക്ക് നൽകുന്ന ഏറ്റവും പ്രധാന വകുപ്പും മോൻസിന് തന്നെയായിരിക്കും നൽകുന്നത്. ഈ വിഷയമൊക്കെ തീരുമാനിക്കേണ്ടത് ആണ്. അതോടൊപ്പം തന്നെ RSPയെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിസ്ഥാനം നൽകുമ്പോൾ എന്തായാലും കഴിഞ്ഞ ഒരു മന്ത്രി ഒരാൾ മാത്രമുള്ളപ്പോഴാണ് അവർക്ക് ഈ തൊഴിൽ വകുപ്പ് നൽകിയത്. ഇപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. അവർ ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ അവകാശവാദം കൂടി, കുഞ്ഞികൃഷ്ണൻ്റെ സീറ്റ് RSP വിട്ടു നൽകിയ സീറ്റാണ്. അപ്പോൾ 4 എന്നുള്ള കണക്കിലേക്കാണ് അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോൾ മെച്ചപ്പെട്ട വകുപ്പ് വേണം എന്നുള്ള ഒരു ധാരണ വരും. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ 72 സീറ്റിൽ മാത്രം നിൽക്കുമ്പോൾ 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരാൾ പോലും പ്രധാനമായിരുന്നു. അതുകൊണ്ട് അന്ന് നൽകിയ പരിഗണന ഇന്നിപ്പോൾ 102 സീറ്റിൽ നിൽക്കുമ്പോൾ പരിഗണന ഉണ്ടാവണം എന്നില്ല. അത്തരം കാര്യങ്ങളും ഒക്കെ തീരുമാനമെടുക്കാറുണ്ട്. അതുകൊണ്ട് ഓരോ പാർട്ടിയെ സംബന്ധിച്ചും ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളും ഒക്കെ വലിയ തർക്കങ്ങളായിട്ടൊക്കെ മാറാൻ സാധ്യതയുള്ളതാണ്. പുറമേക്ക് ഇതെല്ലാം അനായാസം പരിഹരിക്കാമെന്ന് നമുക്ക് തോന്നിയാലും അത്ര അനായാസം പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ല UDF മുന്നിലുള്ളത്. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ കൂടി ആലോചിക്കണം. കോൺഗ്രസ് നേതാക്കൾ കൂടി ആലോചിക്കണമെങ്കിൽ അതിനു മുന്നേ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ചെന്നിത്തലയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കണം. ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് തന്നെ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണം. അതിൽ KC വേണുഗോപാൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതൊക്കെ പ്രധാനമാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷനും VD സതീശനും ഇങ്ങനെ ഈ 4 പേർ കൂടി ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. ഈ ചർച്ചയിലാവണം ഈ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവേണ്ടത്. അതുകൂടി അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഈ ഘടകകക്ഷികളുടെ കാര്യത്തിലുമൊക്കെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ കഴിയൂ. കോൺഗ്രസിൽ നിന്ന് സീനിയറായി ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒരാൾ മാറി നിൽക്കട്ടെ എന്നൊരു അഭിപ്രായം വന്നാൽ അദ്ദേഹത്തിന് സ്പീക്കർ ആക്കേണ്ടി വരും. അപ്പോൾ ആ സ്ഥാനം മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ല. അത്തരം വിഷയങ്ങളൊക്കെ ഇവരുടെ ചർച്ചയിൽ നിൽപ്പുണ്ട്. വിഷയങ്ങളൊക്കെ ചർച്ചയെടുക്കാനുള്ള സമയം സ്വാഭാവികമായിട്ടും നിർണയ സാധ്യതകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ലീഗിന് 5 മന്ത്രിമാർ എന്നതിൽ ചിലപ്പോൾ ധാരണയായേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. 4 മന്ത്രിസ്ഥാനവും ഭരണപരിഷ്കരണ അധ്യക്ഷ സ്ഥാനവും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ 5 മന്ത്രിസ്ഥാനം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് എന്നാണ് മനസ്സിലാകുന്നത്. ചർച്ച നടക്കുന്നതായും തിങ്കളാഴ്ച മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോൺഗ്രസും ലീഗും സഹോദര സംഘടനകളെന്നും ലീഗിന്റെ മതേതര നിലപാടുകൾ നിർണായകമെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. അതൊക്കെ ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച മുഖ്യമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാണ്. മുഴുവൻ മന്ത്രിമാരും. ആ ഘടകകക്ഷികളുടെ ചർച്ചയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. കറക്റ്റായിട്ട് സമയത്ത് ആദ്യം നിങ്ങളോട് പറയുള്ളൂ. തീർന്നു കഴിയുമ്പോൾ വേറെ ആരോടും പറയില്ല. ഈ ഒരു തർക്കമോ ഞാനിവിടെ 140 സീറ്റ് ഞങ്ങളെല്ലാവരും ചേർന്ന് വിഭജിച്ചിട്ട് ഒരു അവസരം കിട്ടിയ ഞാൻ കണ്ട അന്ന് ഞാനത് പ്രഖ്യാപിച്ച ദിവസം നിങ്ങളൊക്കെ അന്തം വിട്ട് നിൽക്കുക. ഇതെന്താണ് UDF ഒരു അവസരം പോലും ഇല്ലാതെ 140 സീറ്റ് വിഭജിച്ചില്ലേ? അതുപോലെ ഞാൻ നാളെ പറയാം. അപ്പോഴും നിങ്ങൾ ഒന്ന് ഞെട്ടും. ഒരു അവസരം ഇല്ലാതെ തീർന്നു. പിന്നെ മന്ത്രിമാരുടെ പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. കേരളം അർഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് സതീശനെന്നും അനവസരമില്ലാതെ മന്ത്രിസഭ രൂപീകരിക്കുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഫോണിലൂടെയൊക്കെ സംസാരിച്ചിട്ടുള്ളായിരുന്നു. ഡൽഹിയിൽ നിന്നുള്ള പ്രഖ്യാപനത്തിന് ശേഷം ഫിസിക്കലായിട്ട് മാറിയിട്ട് കാണാൻ വളരെ സന്തോഷമുണ്ട്. ഏതായാലും കേരളം കേരളീയ സമൂഹം അറിയിക്കുന്ന ഒരു നല്ല ഭരണാധികാരിയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷം എന്നും ഉണ്ടാവും. എല്ലാവിധത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നും UDF നിന്നൊക്കെ ഉണ്ടാവും. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ഇപ്പോൾ 5 മന്ത്രിസ്ഥാനം എന്നതിൽ ലീഗ് ആദ്യം മുതൽ ഉറച്ചു നിൽക്കുന്ന ഒന്നാണ്. അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മനസ്സിലാക്കണം. പക്ഷേ അപ്പോഴും MK മുനീറിന് ഒരു സ്ഥാനം നേടിക്കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. അതൊരു ക്യാബിനറ്റ് റാങ്ക് ആണെങ്കിൽ അവർക്കൊരു പാർട്ടിക്ക് സന്തോഷം, അണികൾക്ക് സന്തോഷം. അപ്പോൾ മറ്റെന്തെങ്കിലും ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, 5 മന്ത്രിസ്ഥാനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ബാക്കി എന്തെല്ലാം കാര്യങ്ങളിൽ നീക്കുപോക്കുണ്ടാക്കാമെന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മുസ്ലിം ലീഗ് UDF ചർച്ച ചെയ്യുന്നത്. കാരണം 2011 20 MLA-മാരുണ്ടായിരുന്നപ്പോൾ 5 മന്ത്രിമാരെ ലഭിച്ചിരുന്നു. ഇപ്പോൾ 22 MLA-മാരുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 5-ലേറെ മന്ത്രിസ്ഥാനത്തിന് അർഹതയുമുണ്ട്. പക്ഷേ അതിൽ 5 മന്ത്രിസ്ഥാനമെങ്കിലും ഈ ഘട്ടത്തിൽ വേണം. ബാക്കിയുള്ളത് UDF ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന ഒരു നയത്തിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഉള്ളത്. അതായത്
MK മുനീർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് കൃത്യമായ ഒരു പ്ലേസ്മെന്റ് അത് ഉറപ്പാക്കാനുള്ള ആലോചനകളുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രയോറിറ്റി മുൻഗണന കൊടുക്കുന്നത് 5 മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിൽ തന്നെയാണ്. നിലവിൽ തന്നെ 4 മന്ത്രിമാരെ ലീഗ് നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയും PK ബഷീറും KM ഷാജിയും N ഷംസുദ്ദീനും 4 പേരും ആണ് ലീഗിൻ്റെ ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരായിട്ടുള്ളത്. 5ാം മന്ത്രിയായിട്ട് ഗഫൂറിൻ്റെ കളമശ്ശേരി MLA അബ്ദുൽ ഗഫൂറിൻ്റെ പേരുണ്ട്. അതുപോലെ തന്നെ വാറക്കിൽ അബ്ദുള്ളയുണ്ട്, AK അഷ്റഫുണ്ട്. ഇതിൽ ആര് എന്നുള്ള ചോദ്യമാണ് ഇനി ബാക്കിയാവുന്നത്. പക്ഷേ അപ്പോൾ 5ാം മന്ത്രിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന് UDFൽ ഒരു ഉറപ്പ് കിട്ടിയാൽ ഈ ചർച്ചകളിലേക്ക് എന്തായാലും കടക്കും. സ്വാഭാവികമായിട്ടും ലീഗിന് വലിയ തോതിൽ തന്നെ ക്ലെയിം ഉണ്ട് ഈ ഒരു 5ാം മന്ത്രിസ്ഥാനത്തിൽ നിന്നുള്ള വസ്തുതയാണ്. കാരണം മുൻപ് 5 മന്ത്രിസ്ഥാനം അവർക്ക് അനുവദിച്ചതിൻ്റെ ഒരു ചരിത്രം, ആ ഒരു ക്ലെയിമാണ് അവരിപ്പോൾ ഉയർത്തി കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് UDF അംഗീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് തന്നെ നീങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മറ്റേത് എല്ലാം തന്നെ അനുനയത്തിൻ്റെ ഭാഗമായിട്ട് UDF നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഓഫറുകളായിട്ട് തന്നെ വേണം കാണുവാൻ. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് പ്രയോറിറ്റി 5 മന്ത്രിസ്ഥാനം എന്നതിലേക്ക് തന്നെയാണ്. അതിനുശേഷമേ മറ്റ് ചർച്ചകളിലേക്ക് ലീഗ് നേതൃത്വം കടക്കൂ എന്നാണ് നമുക്കറിയാനാകുന്നത്. രഞ്ജിത്ത്. ശരി അനുമോദ്. KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച നടത്താൻ VD സതീശൻ രമേശ് ചെന്നിത്തലയെ കണ്ട ശേഷമാണ് KCയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നത്. PV അരുൺ ചേരുകയാണ്. അരുണ്, KC വേണുഗോപാൽ ഇന്നലെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. മുഖ്യമന്ത്രി പദത്തിലെ ഒരു മത്സരത്തിനൊക്കെ ശേഷമുള്ള ഒരുപക്ഷെ ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കാം. എന്താണ് വിശദാംശങ്ങൾ? വളരെ നിർണായകമായ കൂടിക്കാഴ്ചയാണ്. കാരണം നമുക്കറിയാം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ശക്തമായി മുന്നിൽ നിന്ന പേരായിരുന്നു KC വേണുഗോപാലിന്റേത്. അത് മറികടന്നാണ് VD സതീശനൊപ്പം നിൽക്കാൻ തീരുമാനമെടുത്തത്. അത് വലിയ തിരിച്ചടിയായി KC വിഭാഗം കണ്ടതാണ്. KC കൂടുതൽ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനെന്ന് അവർ ഉറപ്പിച്ചതാണ്. പക്ഷെ അതും മറികടന്നുകൊണ്ട് ജനവികാരവും അതുപോലെ തന്നെ ഘടകകക്ഷിയുടെ അഭിപ്രായവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് VD സതീശനിലേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ആ കൂടിക്കാഴ്ച ഏറ്റവും നിർണായകമാണ്. രാത്രിയാണ് KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. പക്ഷെ അപ്പോഴേക്കും VD സതീശൻ കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഇന്ന് അദ്ദേഹം ഇന്നലെയും ഒക്കെ എല്ലാ നേതാക്കളെയും, പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ വീട്ടിൽ പോയി കണ്ടാണ് പിന്തുണ അഭ്യർത്ഥിക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തത്. അതിന്റെ ഭാഗമായിയാണ് അദ്ദേഹം AK ഉൾപ്പെടെ നേതാക്കളെ കണ്ടത്. ഇപ്പോൾ ഇടഞ്ഞു നിന്ന രമേശ് ചെന്നിത്തല ഇന്നും അദ്ദേഹം വീട്ടിൽ പോയി കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KC വേണുഗോപാലിനെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് VD സതീശൻ പോകുന്നത്. ഈ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചും വളരെ നിർണായകമായ ചർച്ചകളുണ്ട്. പക്ഷേ അത്തരം ഒരു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള കൂടിക്കാഴ്ച ആകില്ല എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നേക്കാം. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ പട്ടിക ഏതാണ്ട് 6 മന്ത്രിമാർ എങ്കിലും KC വേണുഗോപാൽ വളരെ ശക്തമായ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊരു പക്ഷേ VD സതീശൻ നിലപാട് വ്യക്തമാക്കിയേക്കാം. രമേശ് ചെന്നിത്തല കാര്യവും ഒരുപക്ഷേ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകാം. കാരണം KC വേണുഗോപാൽ ACCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയാണ്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുണ്ട്, താല്പര്യപ്പെടുന്നുണ്ട്. ഇന്നലെ ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തല കണ്ടപ്പോഴും മന്ത്രിസഭയിലേക്ക് വരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. VD സതീശൻ ചെന്നിത്തലയുടെ കാര്യം ചർച്ച ചെയ്തു. അതിന്റെ പുറ ചർച്ചകൾ ഒരുപക്ഷെ KC വേണുഗോപാലുമായും ഉണ്ടാകാം. KC വേണുഗോപാലിന്റെ കൂടി പിന്തുണ തേടിക്കൊണ്ട് ആരുമായും ഒരു തർക്കത്തിനല്ല, ആരുമായും ഒരു സംഘർഷത്തിനല്ല, സമാധാനത്തിന് മുന്നോട്ട് പോകാനാണ് താൻ തയ്യാറാകുന്ന സന്ദേശം കൂടിയാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, ഇപ്പോൾ KC വേണുഗോപാലുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നു. VD സതീശൻ മന്ത്രിസഭയിൽ ഒന്നിലധികം വനിതാ മന്ത്രിമാർക്ക് സാധ്യത. മുൻ ഇടത് സർക്കാരുകളുടെ മാതൃകയിൽ ഒന്നിലധികം വനിതകൾക്ക് മന്ത്രിസഭയിൽ അവസരം നൽകാനാണ് നീക്കം. കോൺഗ്രസ് മന്ത്രിസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു മന്ത്രിസഭയിലും 2 വനിതാ അംഗങ്ങൾ ഉണ്ടായിട്ടില്ല. വമ്പൻ ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് 10 വർഷത്തിന് ശേഷം തിരികെ വരുന്ന UDF മന്ത്രിസഭ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണത് എന്നതല്ലേ ഏറ്റവും പ്രധാനം. വനിതകൾക്ക് പ്രാതിനിധ്യം പൊതുവിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൊടുക്കുന്നില്ല എന്ന പഴി കേൾക്കാറുള്ള മുന്നണിയും പാർട്ടിയുമാണ് കോൺഗ്രസും UDFും ഒക്കെ. പക്ഷേ ഇത്തവണ കൂടുതൽ വനിതകൾക്ക് സീറ്റ് നൽകി, കൂടുതൽ വനിതകൾ വിജയിച്ച് കയറിയും വന്നിട്ടുണ്ട്. ഇത് മന്ത്രിസഭയിലും ഇതിന്റെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന ചിന്തകളാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ കണക്ക് നോക്കുമ്പോൾ ഇത്തവണ ഒന്നിലധികം വനിതാ മന്ത്രിമാർ VD സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് UDF കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. മന്ത്രിസഭയ്ക്ക് ഒരു പുതുമുഖം വേണം, പതിവ് ശൈലികൾ തിരുത്തപ്പെടണം. ഇത് VD സതീശന്റെ ഒരു ആവശ്യമാണ്, ഒരു ശൈലിയാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രപ്പോസലാണ്. അത് സ്വാഭാവികമായും ആ മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ചകളിലും ഉയർന്നു വരുന്നു. എങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ VD സതീശൻ മന്ത്രിസഭ മറ്റൊരു ചരിത്രം സൃഷ്ടിച്ചേക്കാം. ഇതാദ്യമായി ഒരു കോൺഗ്രസ് മന്ത്രിസഭയിൽ, ഒരു UDF മന്ത്രിസഭയിൽ കേരള രൂപീകരണത്തിന് ശേഷം ഇതാദ്യമായി
2 മന്ത്രിമാർ, ഒന്നിലധികം മന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം, ഇതുവരെ മന്ത്രിസഭകളിൽ പേരിനൊരു വനിതാ പ്രാതിനിധ്യം എന്നതാണ് പലപ്പോഴും അതിൽ മറ്റു മെറിറ്റൊന്നുമല്ല ഘടകമാവുന്നത്. പകരം പേരിനൊരു വനിതാ പ്രാതിനിധ്യം എന്ന് ഉറപ്പിക്കുക എന്നതാണ് ഉണ്ടാവുന്നത്. മന്ത്രിസഭ, വനിതയില്ലാത്ത മന്ത്രിസഭ എന്ന പേരുദോഷം ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രം ഒരു തീരുമാനമെടുക്കുക എന്നതായിരുന്നു പതിവ് ശൈലി. പക്ഷേ ഇത്തവണ മാറ്റിപ്പിടിക്കുക എന്നതാണ്. ഒന്നിലധികം വനിതകൾ ഇത്തവണ വി ഡി സതീശൻ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ അതാരൊക്കെ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഉയരുന്ന സാധ്യതകൾ ഇങ്ങനെയാണ്. ബിന്ദു കൃഷ്ണ വനിതാ മുഖ്യമന്ത്രിയാവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാളാണ്. ഷാനി മോൾ ഉസ്മാൻ, രണ്ടും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്, ഉയർന്ന സീനിയർ നേതാക്കളാണ്. ഇരുവരെയും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഒട്ടും ചെറുതല്ല. അത് കാര്യമായി തന്നെ പരിഗണിക്കുന്നു. തീരുന്നില്ല, ഇത്തവണ UDFന്റെ ഭാഗമായി നിന്ന് എല്ലാ കക്ഷികൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാവണമെന്ന ആലോചനകൾ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ RMP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായ KK രമ കൂടി മന്ത്രിസഭയിൽ എത്തിയേക്കാം. ഇടതുപക്ഷ മുഖമാണ്. നേരത്തെ തന്നെ CPMനെതിരെ വലിയ കടന്നാക്രമണം നടത്തിയ ആ പാർട്ടിയും ആ പാർട്ടിയുടെ ജനപ്രതിനിധിയും മന്ത്രിസഭയിൽ കൂടി ഉണ്ടാവണമെന്ന ആഗ്രഹം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ KK രമ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെട്ടാലും അത്ഭുതപ്പെടുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പാണ്, ഒന്നിലധികം വനിതാ മന്ത്രിമാർക്ക് പ്രാതിനിധ്യമുള്ളതായി മാറാൻ സാധ്യതയുണ്ട് VD സതീശൻ മന്ത്രിസഭ എന്നതാണ്. ആ രീതിയിൽ കൂടിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഈ ചർച്ചകളുടെ എല്ലാം സാധ്യതകൾ പല ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുരോഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഒന്നിലധികം വനിതാ മന്ത്രിമാർ എന്ന ആലോചനയിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പേരിനൊരു വനിതാ മന്ത്രിയെ ഉൾപ്പെടുത്തുകയല്ല, മറിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ അടക്കം വനിതകളെ കൊണ്ടുവരിക എന്ന ആലോചനകൾ കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഒരു ചരിത്രം എഴുത്തുകൂടിയാവാം VD സതീശന്റെ മന്ത്രിസഭ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് നോക്കാം, കേരളത്തിന്റെ മന്ത്രിസഭകളിൽ, കേരളത്തിലെ വിവിധ സർക്കാരുകളിൽ ഒന്നിലധികം മന്ത്രിമാർ പദവികൾ വഹിച്ചിട്ടുണ്ടോ എന്ന കാര്യം. അത് ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 2 പിണറായി വിജയൻ മന്ത്രിസഭകളും വലിയ നേട്ടം അവകാശപ്പെടാൻ കഴിയുന്നതാണ്. കാരണം പിണറായി വിജയന്റെ 2016ലെയും 2021ലെയും സർക്കാരുകളാണ് 2 വനിതകൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകിയത്. 2016ലെ സർക്കാരിൽ അന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മയും KK ശൈലജയുമായിരുന്നു മന്ത്രിസഭയിൽ 2 സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത്. വലിയ തരത്തിൽ അവർ ശ്ലാഘിക്കപ്പെടുന്നു, അവരുടെ പ്രവർത്തനം അംഗീകരിക്കപ്പെടുന്നു എന്നതൊക്കെ നമ്മൾ അന്ന് കണ്ടതുമാണ്. എന്തായാലും മന്ത്രിസഭയിൽ വലിയ രീതിയിൽ ശോഭിച്ച വലിയ 2 സീനിയർ ലീഡേഴ്സിനെയാണ് അന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി എന്ന് പിണറായി വിജയൻ മാതൃക കാട്ടിയത്. 2021ലേക്ക് വരുമ്പോഴും സംഭവിച്ചത് CPIഎമ്മിൽ നിന്നും വീണ ജോർജ് ആരോഗ്യവകുപ്പ് ചുമതല ഏറ്റെടുത്തുകൊണ്ട് മന്ത്രിസ്ഥാനത്തെത്തി. അതേസമയം CPI ഒരു വനിതയെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായി. അങ്ങനെയാണ് ചിഞ്ചുറാണി മന്ത്രിയാവുകയും ചെയ്യുന്നത്. അപ്പോൾ പിണറായി വിജയന്റെ 2 മന്ത്രിസഭകളിലും 2 വീതം വനിതകൾ മന്ത്രിമാരായി ഉണ്ടായിരുന്നു എന്നതാണ് അതിന് സമാനമായി നീക്കം കൂടിയാണ്. യഥാർത്ഥത്തിൽ VD സതീശൻ മന്ത്രിസഭയ്ക്ക് 2 വനിതമാരെ, ഒന്നിലധികം വനിതാ മന്ത്രിമാരെ ഉൾപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യവും കഴിഞ്ഞ 2 മന്ത്രിസഭകളിൽ അത്തരം പരിഗണനകൾ ഉണ്ടായിരുന്നു എന്നതാണ്. സംസ്ഥാനത്തെ വനിതകളാണ് നിർണായകം, വനിതാ വോട്ടുകളാണ് നിർണായകം. ഏത് സർക്കാരിനെയും വീഴ്ത്താനും വാഴ്ത്താനും ശേഷിയുള്ള സ്ത്രീ വോട്ടർമാരെ ഒപ്പം നിർത്തുക എന്നത് എല്ലാ മുന്നണികളുടെയും കടമ്പയാണ്, വെല്ലുവിളിയാണ്. ഇത്തവണയും മന്ത്രിസഭാ രൂപീകരണത്തിലും ആ ഒരു പ്രതിസന്ധിയും UDFന് മുന്നിലുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2 വനിതാ മന്ത്രിമാർ, ഒന്നിലധികം വനിതാ മന്ത്രിമാർ എന്നാണ്. ഒരുപക്ഷെ അത് 2ഓ അതല്ലെങ്കിൽ 3ഓ ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് UDF കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ അത് ചരിത്രമെഴുത്താവും എന്ന കാര്യത്തിൽ തർക്കമില്ല. വകുപ്പുകൾ സംബന്ധിച്ച ചർച്ച ഉണ്ടായിട്ടില്ലെന്ന് അനൂപ് ജേക്കബ്. ഉഭയകക്ഷി ചർച്ചയിൽ തങ്ങൾ പ്രത്യേക വകുപ്പ് ചോദിക്കില്ലെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു. ഇല്ല, അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. അതിനുവേണ്ടിയാണ് ഇന്ന് ഉപേക്ഷ ചർച്ച വെച്ചിരിക്കുന്നത്. വകുപ്പുകൾ സംബന്ധിച്ച ആവശ്യങ്ങളോ അഭിപ്രായങ്ങളോ ഞങ്ങൾ ഇതുവരെ മുമ്പോട്ട് വെച്ചിട്ടില്ല. അതൊക്കെ ഉപേക്ഷ ചർച്ചയിൽ വരേണ്ട കാര്യങ്ങളാണ്. ഉപേക്ഷ ചർച്ചയിൽ ആ വിഷയത്തെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്ത് തീരുമാനം ഉണ്ടാവും. ഞാനതാ പറഞ്ഞത്, ഞങ്ങൾ ഇന്ന നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി ഞങ്ങൾ കൂടി ഇങ്ങനെ ആവശ്യം മുമ്പോട്ട് വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് പൊതു ചർച്ചയിൽ, ഉപേക്ഷ ചർച്ചയിൽ അഭിപ്രായങ്ങൾ വരും ഓരോ വകുപ്പുകളെ സംബന്ധിച്ച്. ആ സമയത്ത് ഞങ്ങളുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും അഭിപ്രായങ്ങളും അപ്പോൾ ഞങ്ങൾ ഉന്നയിക്കും. പാലായിക്ക് മന്ത്രിസ്ഥാനം ഉറപ്പെന്ന് മാണി സി കാപ്പൻ. നേരത്തെ ഇക്കാര്യം മുന്നണി നേതൃത്വം ഉറപ്പ് നൽകിയതാണ്. അത് മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും പ്രതികരണം. മുഴുവൻ സമയം മന്ത്രിയെ കിട്ടുമോ അതോ 2.5 വർഷം ഫോർമുല പരിഗണിക്കേണ്ടി വരും? അങ്ങനെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. മുഴുവൻ സമയം തന്നെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. തീരുമാനം ഉണ്ടായി നാളെ ഗവർണറെ കൊടുക്കണ്ടേ? വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ആലോചനകളുണ്ടോ മനസ്സിൽ? എങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇല്ല, അതിപ്പോ ചർച്ച നടന്നല്ലോ.
രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ച നിയുക്ത പയ്യന്നൂർ MLA TK ഗോവിന്ദൻ ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അങ്ങനെ ബന്ധമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ സാമീപ്യം ഇനി ഉണ്ടായില്ലെങ്കിൽ എനിക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. തളിപ്പറമ്പിന്റെ ചരിത്രത്തിൽ, പയ്യന്നൂരിന്റെ ചരിത്രത്തിൽ CPM-ന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ ജയിച്ചത്. ഞാൻ അദ്ദേഹത്തെ ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിജയം കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ വിജയമാണ്. മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പം മാർക്സിസ്റ്റുകാരുടെ മനമറിഞ്ഞ് ഒരു തീരുമാനമെടുത്ത ഗോവിന്ദൻ മാസ്റ്ററെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതേസമയം മന്ത്രിസഭാ പ്രവേശനം സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല. കോൺഗ്രസിൽ മന്ത്രിയാകാൻ യോഗ്യരായവർ എറണാകുളത്തുണ്ടെന്ന് കൊച്ചി നിയുക്ത MLA മുഹമ്മദ് ഷിയാസ്. അർഹമായ പരിഗണന ജില്ലയ്ക്ക് ഉണ്ടാകും. ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്നും ഷിയാസ് പറഞ്ഞു. എറണാകുളം DCC അധ്യക്ഷൻ ആരെന്നതിൽ ചർച്ച ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നും പ്രതികരണം. UDF-ന് അർഹമായ പ്രാതിനിധ്യം എറണാകുളം ജില്ലയിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. UDF-ന്റെ മന്ത്രിമാരുണ്ടാകും. അർഹമായ പ്രാതിനിധ്യമായിരിക്കും UDF-ന് എറണാകുളം ജില്ലയിൽ നിന്നുണ്ടാകുക. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മന്ത്രിമാരുണ്ടാകും. മന്ത്രിമാരായ ജില്ലയിൽ നിന്ന് ഒരാളുടെയും പേര് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉള്ള ഒരു ജില്ല കൂടിയാണ്. സ്വാഭാവികമായും എല്ലാ നേതാക്കന്മാരുമായും അത്ര അടുപ്പവും ബന്ധവും ഒക്കെ ഉള്ള ആളുകളാണ് എല്ലാവരും മുഖ്യമന്ത്രിയുമായി. സ്വാഭാവികമായും അത്തരത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാവുന്ന ആളുകൾ മന്ത്രിമാരായി UDF-ലും അതുപോലെ തന്നെ കോൺഗ്രസിനകത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ് KC വേണുഗോപാൽ എന്ന് ആന്റണി MP. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ചരിത്രത്തിൽ ആർക്കും കിട്ടാത്ത പിന്തുണയാണ് KCക്ക് കിട്ടിയത്. എന്നിട്ടും VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകി മാതൃകയായി. KCയെ വലിച്ചു കീറുന്നത് മാധ്യമങ്ങളാണെന്നും ആന്റണി പറഞ്ഞു. KC വേണുഗോപാൽ ഞങ്ങളുടെ എല്ലാം നേതാവാണ്. അദ്ദേഹത്തെ ഞങ്ങൾ എപ്പോഴും ഒന്ന് കാണാറുള്ളതാണ്. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് ഉണ്ടാകാൻ പോകുന്നു. KC വേണുഗോപാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ്. ഇത്തവണ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഇന്നേ വരെ ചരിത്രത്തിൽ ആർക്കും കിട്ടാത്ത വിധം MLA-മാര് പിന്തുണച്ച ഒരു നേതാവാണ്. എനിക്ക് തോന്നുന്നു K. കരുണാകരന്റെ പ്രതാപകാലത്ത് പോലും അദ്ദേഹത്തിന് പോലും പാർലമെന്ററി പാർട്ടിയിൽ ഇത്രയും അംഗങ്ങളുടെ പിൻബലം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഒരു പുതിയ തീരുമാനത്തിന് ഏറ്റവും വിധ പിന്തുണയും കൊടുത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാതൃകയായി നിൽക്കുന്ന നേതാവാണ്. അദ്ദേഹത്തെ കാണുക, ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. KC വേണുഗോപാലിനെ മനഃപൂർവ്വം ചിലർ വേട്ടയാടി. അവർക്ക് അതിന്റെ ആത്മസുഖം ഉണ്ടാകട്ടെ എന്ന് MK രാഘവൻ MP. വിഷയം പാർട്ടി പരിശോധിക്കും. സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. രമേശ് ചെന്നിത്തലയുടെ എതിർപ്പ് ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നതേ ഉള്ളൂവെന്നും MK രാഘവൻ പറഞ്ഞു. അദ്ദേഹത്തെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയുണ്ടോ? അതുകൊണ്ട് ചിലർക്ക് ആത്മസുഖം ഉണ്ടാവും. അതുണ്ടാവട്ടെ. അത്തരം ചെയ്ത ആളുകൾക്ക് ഉണ്ടാകുന്ന ആത്മസുഖം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്ത അന്തിമമാണ്. എല്ലാവർക്കും ബാധകമാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം പാലിക്കുമെന്ന ആശമാരോട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. എന്നും തങ്ങൾക്കൊപ്പം നിന്ന സതീശൻ വാക്കുപാലിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് ആശമാരും പ്രതികരിച്ചു. കണ്ടോൺമെന്റ് ഹൌസിലാണ് ആശമാർ സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയത്. സമീപകാലത്ത് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിച്ച സമരമായിരുന്നു സെക്രട്ടേറിയറ്റ് മുന്നിൽ ആഴ്ചകളോളം ആശാ വർക്കർമാർ നടത്തിയ സമരം. അന്ന് UDF വലിയ പിന്തുണ നൽകിയിരുന്നു. ആശമാരുടെ പിന്തുണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-ന് ലഭിച്ചിരുന്നു. ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി ഇന്ന് ആശാ സമരസമിതി നേതാക്കൾ കന്റോൺമെന്റ് ഹൗസിലെത്തി നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ കണ്ടു. ആ സമരത്തിന് വലിയ പിന്തുണ നൽകിയ നേതാവ് കൂടിയായിരുന്നു സതീശൻ. ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനങ്ങളിലൊന്നായി ഇത് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അദ്ദേഹം ഇപ്പോൾ ഞങ്ങളെ കണ്ടപ്പോഴോ തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും മറക്കില്ല, ഞാൻ പറഞ്ഞ വാക്കാണെന്നാണ് അദ്ദേഹം ഇപ്പോഴും ഞങ്ങളോട് പറഞ്ഞത്. വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആദരവോടെയാണ് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചത്. ഇറങ്ങി വന്ന് ഞങ്ങളോട് സംസാരിച്ചു. പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ്. ആദ്യ ക്യാബിനറ്റ് തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആവശ്യം അതേപടി അംഗീകരിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? കാരണം പിണറായി സർക്കാർ 2 തവണയായിട്ട് 1000 രൂപ വെച്ച് കൂട്ടി, 2000 രൂപ കൂട്ടി. ഇത് എത്ര നമ്മൾ നേരത്തെ ആവശ്യം ഉറച്ചു നിൽക്കുകയാണോ?
അതെ, അദ്ദേഹത്തിന് അറിയാം നമ്മുടെ ഡിമാൻഡ് എന്താണെന്നുള്ളത്. ഓണറേറിയം വർദ്ധിപ്പിക്കും, ഫസ്റ്റ് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ തന്നെ ആ തീരുമാനം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞാണ്. ഇപ്പോഴും അദ്ദേഹം അതിൽ മറക്കില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ്. എത്ര വർധന വേണം, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് ഇപ്പം വെച്ചിട്ടുണ്ടോ? അത് വെച്ചിട്ടില്ല, അത് സമയമുണ്ടല്ലോ. നല്ല തീരുമാനം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ തന്നെ. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം സമരപ്പന്തലിൽ വന്ന് പറഞ്ഞ വാക്കിന് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. വളരെ നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കേരളത്തിലെ 26,125 ആശമാർക്കും പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ് വരാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ആശമാരുടെ ഒരു എതിർപ്പ് സർക്കാർ തിരിച്ചടിയെന്ന് കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും, കാരണം സമരത്തെ നേരിട്ട രീതി ഒട്ടും ജനാധിപത്യപരമല്ലെന്നും അതൊരു സ്ത്രീ വിരുദ്ധ നിലപാടായിരുന്നു എന്നും തൊഴിലാളികൾക്കെതിരായ നിലപാടാണെന്നും കേരളം മുഴുവൻ വിധി എഴുതിയൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ആ 266 ദിവസവും സ്ത്രീകളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുത്തുക മാത്രമല്ല, ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് കേരള ജനത കൊടുത്തൊരു മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്, ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഭരണമാറ്റം. ഈ തിങ്കളാഴ്ച നല്ല വാർത്ത ഉണ്ടാവുമല്ലേ, എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും മലയാളക്കരയ്ക്കാകെ പണിയെടുക്കുന്ന സ്ത്രീകൾക്കാകെ സന്തോഷമുള്ളൊരു വാക്കായിരിക്കും മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു സ്പോൺസേഡ് സമരമാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച സമയത്ത് ഇത് ന്യായയുക്തതയുള്ള ഒരു സമരമായിരുന്നു. സ്ത്രീകളുടെ സമരം അത് ഏറ്റവും ആവശ്യകതയാണെന്ന് മനസ്സിലാക്കി അന്ന് തന്നെ നമ്മളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത ഒരാളാണ് നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അനുസരിച്ച് ഞങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടാകും. ഇപ്പോഴും ഞങ്ങളെ പൂർണ്ണ തൃപ്തിയോടെയാണ് സാർ നമ്മൾ നോക്കുന്നത്. അതാണ്, ആ പ്രതീക്ഷയാണ് ആശാ വർക്കർമാർക്കുള്ളത്. വലിയ പ്രതീക്ഷയോടുകൂടി അവർ 18-ാം തീയതിയിലെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് കാത്തിരിക്കുന്നു. ആ മന്ത്രിസഭാ തീരുമാനത്തിന് കാത്തിരിക്കുന്നു. ആശമാരുടെ ഓണറേറിയം അവർ ആവശ്യപ്പെട്ടതുപോലെ വർദ്ധിപ്പിക്കുമെന്ന വാക്ക് UDF സർക്കാർ, VD സതീശൻ സർക്കാർ പാലിക്കുമെന്ന ഉറപ്പിൽ തന്നെയാണ് ആശമാരുള്ളത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ച് പ്രമുഖർ. ആലുവ ദേശത്തെ വീട്ടിൽ പുലർച്ചെ മുതൽ പ്രവർത്തകരെത്തി. നടന്മാരായ ടിനി ടോം, ഇടവേള ബാബു അടക്കമുള്ളവരും സതീശനെ കണ്ട് അഭിനന്ദനം അറിയിച്ചു. കണ്ട് സംസാരിച്ചു. വ്യക്തിപരമായിട്ടുള്ള വിസിറ്റ്. നേരത്തെ തന്നെ VD സതീശൻ നല്ല ആളാണ്. പഴയ കോൺഗ്രസ്സുകാരായിട്ടുള്ള എല്ലാവർക്കും കാണാൻ വേണ്ടി വന്നാണ് അല്ലെങ്കിൽ എന്റെ ഇപ്പൊ നോർത്ത് പറവൂരിനെ പ്രതിനിധീകരിക്കുന്നതാണല്ലോ. അപ്പൊ പണ്ട് കുടുംബസംഘം ഈ സമ്മേളനത്തിന് ഇതിനൊക്കെ വിളിക്കാറുണ്ട്. കുട്ടമ്പേലിക്കര ഞങ്ങളുടെ അവിടുത്തെ നമ്മുടെ ആദ്യം മുഖ്യമന്ത്രിയാണെന്ന് ആ വീട് കുറച്ച് പറഞ്ഞു. മുഖ്യമന്ത്രിയാണ്. അതിപ്പോ ഞങ്ങളുടെ നാട്ടുകാരാണ്. അപ്പൊ നോർത്ത് പറവൂരിനെ പ്രതിനിധീകരിച്ചിട്ട്, അതായത് നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ ഒരിക്കലും ഐസൊലേറ്റഡ് ആയിട്ടില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും പറയാറുണ്ട് അല്ലേ. അപ്പോൾ പുത്തമ്പേലിക്കര എന്ന് പറയുന്ന പഞ്ചായത്തിൽ 10 വർഷം എൻ്റെ അപ്പം പ്രസിഡന്റായിരുന്നു, അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു പ്രതിനിധി വരുന്നത് നമുക്ക് വളരെ സന്തോഷമല്ലേ. അപ്പോൾ നേരിട്ട് ആശംസ അർപ്പിക്കാൻ വേണ്ടി അതെ, അത്രേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് എന്ന് പറയാൻ ഞങ്ങളൊക്കെ നോർത്ത് പറവൂരിൽ നിന്ന് തന്നെ അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ആൾക്കാരെ. അപ്പം നമ്മുടെ അവിടുള്ള കുടുംബസംഗമത്തിന് ഇതിനൊക്കെ എന്നെ ഇവർ വിളിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള പടിപടിയായിട്ടുള്ള സതീശേട്ടൻ്റെ വളർച്ച, ഞാൻ പഠിക്കുന്ന കാലം തൊട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു സീനിയറായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്താവശ്യത്തിനും പാർട്ടിപരമായിട്ടല്ല, നമ്മുടെ പല പേഴ്സണൽ ഇഷ്യൂസിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവിടം വരെ എത്തുന്നതിൽ വളരെ സന്തോഷം. പടിപടിയായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്, ഒറ്റയടിക്ക് വന്നിട്ടുള്ള ഒരാളല്ല. റോഡിൽ കാത്തുനിന്നവരെ വാഹനം നിർത്തി അഭിവാദ്യം ചെയ്ത് നിയുക്ത മുഖ്യമന്ത്രി. രമേശ് ചെന്നിത്തലയുടെ ബസ്സിലേക്ക് പോകുമ്പോഴായിരുന്നു വഴിയിൽ നിന്നവരെ മുഖ്യമന്ത്രി കണ്ടത്. പോയി കണ്ടു. ശരിയാണ്, സന്തോഷം. ശരി ശരി, ആയിക്കോട്ടെ. നാളെ വന്ന് സാറിനൊന്ന് കാണുന്നു. നമസ്കാരം. സന്തോഷം എടാ, സന്തോഷം. സന്തോഷം എടാ, ആയിക്കോട്ടെ. ഒക്കട്ടെ എന്നാ പണിയുണ്ടാകും. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് BJP. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഫോണിൽ ബന്ധപ്പെട്ട് ചടങ്ങിനെ ക്ഷണിച്ചതായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. BJP NDA മുന്നണിയിലെ MLA-മാരും സഹപ്രവർത്തകരും ചടങ്ങിനെത്തുമെന്നും രാജീവ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. BJP ഭാരവാഹി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആഞ്ഞടിച്ച നേതാക്കൾ.
രാജീവും സുരേഷും അനൂപും ചേർന്നുള്ള കിച്ചൺ ക്യാബിനറ്റ് എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്കെടുക്കുന്നുവെന്നാണ് വിമർശനം. കെ സുരേന്ദ്രനും ബി മുരളീധരനും അടക്കമുള്ളവരാണ് വിമർശനം ഉന്നയിച്ചത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ഇന്നലെയും സമാനമായ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിച്ചോ നേതാക്കൾ? തീർച്ചയായും രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ഇലക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു. അതായത് ഈ ഘടകകക്ഷികൾക്ക് സീറ്റുകൾ വിഭജിച്ച് നൽകിയതിൽ കൃത്യമായി പരിശോധന നടത്തിയിരുന്നില്ല. വിജയസാധ്യത ഏറിയ നിൽക്കുന്ന തൃശ്ശൂരും കൊടുങ്ങല്ലൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഘടകകക്ഷികൾക്ക് സീറ്റുകൾ നൽകിയത് മണ്ടത്തരമാണെന്ന അടക്കം വിമർശനം ഇന്നും ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം അടക്കം ഉയർന്നത് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ മണ്ഡലത്തിൽ, അതായത് മണ്ഡലം മാറി മത്സരിക്കുന്നത് ശരിയായൊരു പ്രവണതയല്ല, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇലക്ഷനുമായി മുന്നിട്ട് തന്നെ, അതായത് ആ സമയത്തിലല്ലാതെ അതിനു മുൻപ് തന്നെ പ്രവർത്തനം ആ മേഖലയിൽ വർദ്ധിപ്പിക്കണമെന്നടക്കമുള്ള വിമർശനം കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഹിളാ മോർച്ചയുടെ സമരം അത് വലിയ മണ്ടത്തരം അല്ല, വലിയ രീതിയിലുള്ള വിമർശനം ആ രീതിയിൽ ഉയർന്നിരുന്നു. അത് കൃത്യമായ ചർച്ചകൾക്ക് അനുസരിച്ചല്ല ആ ഒരു സമരം നടത്തിയതെന്നായിരുന്നു. കാരണം പൊതുമണ്ഡലത്തിൽ ആ സമരത്തിനെതിരെ ഒരു പൊതുവികാരം ഉയർന്നിരുന്നു. മാത്രമല്ല ഈ സർക്കാർ രൂപീകരണത്തിൽ കാലതാമസം നേരിടുന്ന സമയത്ത് ഈ ഒരു സമരം അനാവശ്യമായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിമർശന വിധേയമായിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ കൂടിയാലോചനകൾ, അതായത് മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരുമായി കൂടിയാലോചനകൾ നടത്താതെയുള്ള പല തീരുമാനങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരു കിച്ചൺ ക്യാബിനറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിൽ മുതിർന്ന നേതാക്കന്മാരെ ഉൾപ്പെടുത്തുന്നില്ല. കൃത്യമായി പരിചയസമ്പത്തുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തേടിയല്ല ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതെന്നാണ് ഇന്ന് ഉയർന്നിട്ടുള്ള വിമർശനം. മാത്രമല്ല ഈ ഒരു 3 സീറ്റുകൾ വിജയിച്ചെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് വിജയസാധ്യതയുള്ള പല മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയെല്ലാം ശക്തരായിട്ടുള്ള നേതാക്കന്മാരെയോ സ്ഥാനാർത്ഥികളോ നിർത്താതെ UDF കൂടുതൽ വിജയം നൽകുന്ന, അല്ലെങ്കിൽ കൂടുതൽ എളുപ്പമായിട്ടുള്ള വിജയം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തു എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇന്ന് ഉയർന്നിട്ടുള്ളത്. എന്നിട്ടായാലും ഇതിൽ കൂടുതലായിട്ടുള്ള ആഭ്യന്തര ചർച്ചകൾക്കും മറ്റും വഴിവെക്കുന്ന രീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ അടക്കം കൃത്യമായി വിമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ബി മുരളീധരൻ തന്നെ പാർട്ടിയുടെ നിയമസഭാ നേതാവായി അടക്കം നിയോഗിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നുണ്ട്. കാരണം VD സതീശനും പിണറായി വിജയനുമാണ് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിൽ നിൽക്കുമ്പോൾ അവരുമായി കൊമ്പ് കോർക്കാൻ, അല്ലെങ്കിൽ അവരുമായി കൃത്യമായി ഒരു രാഷ്ട്രീയം പറഞ്ഞു നിൽക്കാനടക്കമുള്ള പറ്റുന്ന നേതാക്കന്മാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നടക്കം പാർട്ടി കോർ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. ചൈനയിൽ നിന്ന് വെറും കൈയോടെ മടങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ദിവസം നീണ്ട സന്ദർശനത്തിൽ പ്രധാന കരാറുകളൊന്നും ഒപ്പുവെച്ചില്ല. ഇറാൻ വിഷയത്തിലും ചൈനീസ് പിന്തുണ ഉറപ്പാക്കാനാകാതെയാണ് ട്രംപ് US-ലെത്തിയത്. അതേസമയം ചർച്ച വൻ വിജയമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. 2 ദിവസത്തെ ട്രംപിന്റെ ചൈനീസ് സന്ദർശനം വളരെയധികം ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത്. ഈ സന്ദർശനം 100% വിജയമാണെന്നാണ് വൈറ്റ് ഹൗസിൽ എത്തിയതിനു ശേഷം ട്രംപ് മാധ്യമപ്രവർത്തകരോട് അവകാശപ്പെട്ടത്. എന്നാൽ പ്രത്യേകിച്ച് ഒരു കരാറിലും ഒപ്പിടാതെയാണ് ട്രംപിൻ്റെ US-ലേക്കുള്ള മടക്കമെന്ന് നമുക്ക് കാണാനാകും. ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു അമേരിക്കയ്ക്കും ചൈനയ്ക്കുമിടയിലുള്ള വ്യാപാരം. ഒരു ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് വരെ കടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അമേരിക്ക ചൈനയ്ക്ക് മേൽ കൂടുതൽ തീരുവ പ്രഖ്യാപിക്കുന്നു, പകരമായി ചൈന അമേരിക്കയ്ക്ക് മേൽ തീരുവ പ്രഖ്യാപിക്കുന്നു. അതുപോലെ ഇതിന് പ്രതികാരമായിട്ട് നിരവധി ചൈനീസ് കമ്പനികൾക്ക് മേൽ അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഇനി സോയാബീനും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും വാങ്ങില്ല എന്നുള്ള ഒരു നീക്കത്തിലേക്ക് ചൈന എത്തിച്ചേരുന്നു. അപ്പോൾ ഈ വ്യാപാര പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കാണുമെന്ന് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷേ അമേരിക്കയും ചൈനയും തമ്മിൽ പ്രത്യേകിച്ച് ഒരു വ്യാപാര കരാറിലും ഇതുവരെയും ഒപ്പിട്ടതായി സ്ഥിരീകരണമില്ല. പകരം ട്രംപിൻ്റെ ചില അവകാശവാദങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. ട്രംപ് പറയുന്നത് ചൈന അമേരിക്കയിൽ നിന്ന് കൂടുതൽ സോയാബീനും കാർഷിക ഉൽപ്പന്നങ്ങളും വാങ്ങുമെന്നാണ്. അതുമാത്രമല്ല ബോയിങ്ങുമായി ഒരു കരാറിൽ ചൈന ഒപ്പിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 200 ജെറ്റുകൾ ചൈന വാങ്ങുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഭാവിയിൽ 700ആയി ഉയർത്തുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിന് ചൈനയിൽ നിന്നോ ബോയിങ്ങിൽ നിന്നോ പ്രത്യേകിച്ചൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല ട്രംപിൻ്റെ കൂടെ ഇലോൺ മസ്കും അതുപോലെ ടിം കുക്ക് ഉൾപ്പെടെയുള്ള പ്രമുഖരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് മറ്റ് ടെക് പരമായിട്ടുള്ള കരാറുകളിലൊന്നും തന്നെ ഏർപ്പെട്ടിട്ടില്ല. മറ്റ് റെയർ എർത്ത് എലമെൻറ്റ്സ്, അതുപോലെ AI, അതുപോലെ ചിപ്പുകൾ, ഇവയുടെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു തീരുമാനവുമായിട്ടില്ല. ചർച്ചയുടെ പ്രധാനപ്പെട്ട മറ്റൊരു അജണ്ടയായിരുന്നു ഇറാൻ വിഷയം. പക്ഷേ അതിലും പ്രത്യേകിച്ച് ഒരു പരിഹാരവും കാണാൻ ട്രംപിനെ കൊണ്ട് സാധിച്ചിട്ടില്ല.
ഇറാന് ചൈന നൽകിക്കൊണ്ടുവരുന്ന വലിയ പിന്തുണ അത് പിൻവലിപ്പിക്കാൻ ട്രംപിനെ കൊണ്ട് നിലവിൽ ഒരു തരത്തിലും സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ട്രംപ് അവകാശപ്പെടുന്നത് ചൈന ഇറാന് നൽകുന്ന സൈനിക പിന്തുണ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇതിൽ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ചൈനയും അമേരിക്കയും ഒരു തരത്തിലുള്ള സംയുക്ത പ്രസ്താവനയും ഇക്കാര്യത്തിൽ പുറത്തുവിട്ടിട്ടില്ല. ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലെ മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു തായ്വാൻ വിഷയം. പക്ഷേ തായ്വാൻ വിഷയത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്നൊരു ഭീഷണിയാണ് നിലവിൽ അമേരിക്കയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് തായ്വാൻ്റെ കാര്യത്തിൽ അമേരിക്ക അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാൽ പ്രത്യാഘാതങ്ങൾ അപകടകരമായിരിക്കുമെന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പറഞ്ഞിട്ടുള്ളത്. വിഷയത്തിൽ ട്രംപ് അവിടെയും ഇവിടെയും തൊടാതെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് ട്രംപ് നിലവിൽ പറയുന്നത് തായ്വാന് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള ആയുധ സഹായം ഇത് നൽകുമെന്നുള്ള കാര്യം താൻ പൂർണ്ണമായി ഉറപ്പ് നൽകുന്നില്ല. ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. തായ്വാനിലേക്ക് ഏതാണ്ട് $14 ബില്യൺ ചെലവ് വരുന്ന ആയുധങ്ങൾ നൽകുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ നിലവിൽ 100% ഉറപ്പ് ട്രംപ് നൽകുന്നില്ല എന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ യുഎസിൻ്റെ താല്പര്യങ്ങൾ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാക്കാതെയാണ് ട്രംപ് ചൈനീസ് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയതെന്ന് നമുക്ക് കാണാനാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സിലെത്തി 5 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വിദേശ സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിലാണ് അദ്ദേഹം ആംസ്റ്റർഡാമിലെത്തിയത്. വിമാനത്താവളത്തിൽ വില്യം അലക്സാണ്ടർ രാജാവിന്റെ മിലിറ്ററി ഹൗസ് ചീഫ് അഡ്മിറൽ ലഡ്ഗർ ബ്രഹ്മലറും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് മോദിയെ സ്വീകരിച്ചു. ഇന്ത്യൻ പ്രവാസികളും അദ്ദേഹത്തിന് വൻ സ്വീകരണം നൽകി. സാങ്കേതികവിദ്യ, സെമി കണ്ടക്ടറുകൾ, പ്രതിരോധം, പുനരുപയോഗ ഊർജ്ജം, വ്യാപാരം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വിപുലീകരിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഇതിന് ശേഷം സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പ്രധാനമന്ത്രി പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലല്ലെന്നാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം. കൊൽക്കത്തയിലെ സുവോളജി ലാബിലായിരുന്നു പരിശോധന. കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. താരസംഘടനയായ അമ്മയുടെ ബൈലോ തിരുത്തും. പ്രസിഡന്റിന് കൂടുതൽ അധികാരം നൽകാനാണ് നീക്കം. കരട് രേഖ ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കും. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ സംഘടനയിൽ പ്രതിഷേധവും ശക്തമാണ്. ഉത്തർപ്രദേശിൽ മഴക്കെടുതിയിൽ മരണം 117. 26 ജില്ലകളിലാണ് മഴയും കാറ്റും നാശം വിതച്ചത്. 200-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രയാഗ്രാജ് ജില്ലയിൽ മാത്രം 21 പേർ മരിച്ചു. ഭദോഗി, മിർസാപൂർ, ഫത്തേപൂർ ജില്ലകളിലും നിരവധി പേർ മരിച്ചു. 227-ലധികം വീടുകൾ പൂർണ്ണമായും, നിരവധി വീടുകൾ ഭാഗികമായും തകർന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കനത്ത മഴയ്ക്കും കാറ്റിനും ശമനമുണ്ടായെങ്കിലും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പുമുണ്ട്. ചൂട് 45 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്.